മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. വനപരിപാലനവും ജൈവവൈവിധ്യ സംരക്ഷണവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അപൂർവ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി സ്കൂൾ വളപ്പിലെ വൃക്ഷങ്ങളെ പരിപാലിക്കുകയാണ് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ലോക വനദിനത്തിൽ സ്കൂൾ വളപ്പിൽ നട്ട വൃക്ഷങ്ങളെ പരിപാലിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെന്റും വിദ്യാർത്ഥികളും അധ്യാപകരും. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി അനുവദിച്ച ഈ വിദ്യാവനം നിർമ്മിച്ചു നൽകിയത് കേരള സോഷ്യൽ ഫോറസ്ട്രി എറണാകുളം ഡിവിഷനാണ്. ഇതിനായി സ്കൂൾ മാനേജറിന്റെ പ്രത്യേക താൽപര്യത്താൽ തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി 5 സെന്റ് സ്ഥലം വാങ്ങി നൽകി. ഫോറസ്ട്രി ക്ലബ്ബ് കൺവീനർ കെ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് ഇത് പരിപാലിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വനദിനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വനങ്ങൾ അപ്രത്യക്ഷമാകുകയാണ്. അഥവാ നമ്മുടെ പരിസ്ഥിതിയിൽ ഓക്സിജൻ്റെ ലഭ്യത കുറയുന്ന വല്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാവനം എന്നൊരു പ്രോഗ്രാം ആരംഭിച്ചത്. 2022 നവംബർ മാസത്തിൽ ആണ് നമ്മുടെ തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ 5 സെൻറ്റ് സ്ഥലത്ത്, ഇത് തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത് 5 സെൻറ്റ് സ്ഥലം ഇതിനു വേണ്ടി തന്നെ വാങ്ങിച്ചു നൽകിയതാണ്. ഏകദേശം 1 സെൻറ്റിന് 2,80,000 രൂപ വിലയുള്ള ഭൂമിയാണ്. അപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ ഭൂമി നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം തയ്യാറാക്കുന്നതിന് വേണ്ടി പള്ളി വാങ്ങിച്ചതെന്നാണ്. അപ്പോൾ ഇവിടെ 75 സ്പീഷീസിൽപ്പെട്ട ഏകദേശം 160ഓളം മരങ്ങൾ, വൃക്ഷത്തൈകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു മിയോവാക്കി വനത്തിൻ്റെ മാതൃകയാണുള്ളത്. പ്രത്യേകിച്ച് പരിചരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുന്നു. ഇത് സ്വതന്ത്രമായിട്ട് വളരുന്നു. ഏതായാലും ഒരു 1.5 വർഷമായിട്ടുള്ള ഇത് ഏകദേശം ഒരു വനത്തിൻ്റെ ചുറ്റുപാടിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ബോർഡുകളുണ്ട്. ഈ ബോർഡിൽ നമുക്ക് സ്കാൻ ചെയ്ത് ഓരോ വിവരങ്ങളും, ഓരോ മരത്തിന് എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്കറിയാൻ പറ്റും. വളരെ റയറായ മരങ്ങൾ പോലും, കരിവീട്ടി എന്ന മരം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല, പക്ഷെ അത് നമ്മുടെ ഈ തോട്ടത്തിലുണ്ട്. അതുപോലെ വളരെ വാദംകൊല്ലി, അതുപോലെ തന്നെ ചെമ്മരി, അങ്ങനെ ഒരുപാട് ചിത്തരഞ്ഞ്, അതുപോലെയുള്ള ഒരുപാട് ഔഷധ വൃക്ഷങ്ങൾ, ആടലോടകം, അങ്ങനെ എല്ലാം. അതുപോലെ അപൂർവ ഇപ്പോൾ ക്യാൻസറിന് പോലും മരുന്നായി ഉപയോഗിക്കുന്ന നോനിപ്പഴം, അത് നമ്മുടെ ഇത് വ്യാപകമായിട്ടുണ്ട്. കിളികൾക്കൊരു ആവാസ വ്യവസ്ഥ കൂടിയായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. 2022 നവംബറിലാണ് ഈ സ്ഥലത്ത് 75 ഇനങ്ങളിൽപ്പെട്ട 160 മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. അപൂർവ വൃക്ഷത്തൈകളും ഔഷധ വൃക്ഷങ്ങളും മറ്റും ഈ ചെറിയ വനത്തിലുണ്ട്. ഇന്ന് ഈ വനം ഒരു ആവാസ വ്യവസ്ഥയായി രൂപപ്പെട്ടു കഴിഞ്ഞു. പക്ഷികൾക്കും ഇരിപ്പിടമായി മാറി. കൂടാതെ സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾക്കും ഇത് ഏറെ പ്രയോജനപ്രദമാണെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് VM മിനിമോൾ പറഞ്ഞു. 2022 വിദ്യാവനം എന്ന പേരിൽ ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ധാരാളം സസ്യങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 75ഓളം സ്പീഷീസിലുള്ള സസ്യങ്ങളുണ്ട്. നല്ല പല വൃക്ഷങ്ങളും അതുപോലെ ഔഷധ സസ്യങ്ങളും എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് ഇവിടെ വന്നിരുന്ന് ഫ്രീ സമയത്തെല്ലാം ഇവിടെ വന്നിരുന്നത് കാണാനും ഇതെല്ലാം ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് പഠിക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. ഇതിനെല്ലാം നൗഷാദ് സാറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ മിക്കപ്പോഴും വന്ന് നനയ്ക്കുകയും അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വൃക്ഷത്തൈ നടിയിൽ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ വനങ്ങളും മരങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളാണ് വനദിനത്തോടനുബന്ധിച്ച് പലയിടങ്ങളിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.